ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? സോ എൻ്റെ ശബ്ദം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പനിയാണ്. പക്ഷേ പനിയാണെങ്കിലും എണിക്കാൻ മേലെങ്കിലും എനിക്ക് യൂട്യൂബ് എൻ്റെ റിവ്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണെങ്കിലും ചാടി എണീക്കും. എന്തായാലും അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മരുന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, മരുന്ന് കഴിക്കുക. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഭക്ഷണം കഴിക്കാൻ പോലും ആവതില്ല, തോന്നലില്ല. സോ പപ്പായ്ക്കും മമ്മിക്കും എനിക്ക് എല്ലാവർക്കും പനിയാണ്. ആകെ പനിയില്ലാതെ ഓടിച്ചാടി നടക്കുന്നത് നിങ്ങളുടെ സോളോന് മാത്രമാണ്. അപ്പോൾ ഒരു പനി പിടിച്ച ദിവസങ്ങൾ വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ നിന്നുമാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. തിളച്ച വെള്ളം ചെല്ലുമ്പം അടഞ്ഞ തൊണ്ട തുറക്കും എന്നൊക്കെയാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണ്. തുറക്കും. തൊണ്ടവേദന വലുതായിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ശരീരവേദനയും ഇടയ്ക്കൊരു കട്ട് വന്നു. ശരീരവേദനയും ബാക്കി എല്ലാ അസ്വസ്ഥതകളുമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ തോന്നുന്നില്ല. ഞാനൊന്ന് ചുമച്ചിട്ട് വരട്ടെ. എൻ്റെ ചുമ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇപ്പോഴത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഷോളുവിന് പാപ്പം കൊടുക്കും. ഞങ്ങളുടെ ഷോള് പാപ്പം കഴിക്കും. ഞങ്ങളുടെ ഷോള് കഴിക്കുന്ന പാപ്പം ഏരോ റൂട്ട് ബിസ്ക്കറ്റാണ്. അത് ഞാൻ വായി വെച്ച് കൊടുത്താൽ കഴിക്കുള്ളൂ. പപ്പ കൊടുത്താൽ പോലും ഞങ്ങൾ കഴിക്കില്ല. ഞങ്ങൾക്കതൊന്നും താല്പര്യമില്ല. ഞാൻ വായി വെച്ച് കൊടുക്കണം. എന്നാൽ ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കും. മമ്മി വായി വെച്ച് തന്നാൽ ഞാനൊന്ന് കഴിക്കും. അതാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെയാണ് ഞങ്ങൾ ഗുഡ് ഗേൾസ്. അങ്ങനെയാണ്. ഇനി ഞങ്ങളൊന്ന് ഇച്ചിരി പാല് കുടിക്കും. ഞങ്ങളൊന്ന് വീണ്ടും ഒന്ന് ഉറങ്ങാൻ കയറും. അല്ലേ സോളോ? യെസ്. വിയറ്റ്നാം പ്ലാവ് വെച്ചതുകൊണ്ട് ഉള്ള ഗുണം ഇതാണ്. ചക്ക സീസൺ കഴിഞ്ഞാലും പുഴിഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ സൗന്ദര്യം കണ്ട് നിങ്ങൾ ബോധം കെട്ട് പോരുത് കേട്ടോ. 2-3 ദിവസമായി കുളിച്ചേച്ചു. ആ പരുവത്തിലാണ്. മാറും. കുളിച്ച് കഴിയുമ്പോൾ ചിലയൊക്കെ പോകും. അപ്പം ഞാൻ കുറച്ചും കൂടെ ഫ്രഷായിട്ട് തോന്നും. ഹലോ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി കേട്ടോ. കുളിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അത്രയ്ക്കും മെനയില്ലാത്ത പരുവത്തിലായിപ്പോയി. പിന്നെ എനിക്ക് നാളെ ഷിഫ്റ്റ് കയറണം. സോ ഒരു 3.5 ദിവസത്തെ അവധിക്ക് ശേഷം നാളെ ഞാൻ ഷിഫ്റ്റ് കയറുകയാണ്. അതുകൊണ്ട് ഞാൻ കുളിച്ചൊന്ന് പരീക്ഷിച്ചു. കാരണം ഷിഫ്റ്റ് കയറുമ്പം കിടന്ന് പനിച്ച് വിറയ്ക്കരുതല്ലോ. ഓക്കെ, കുളിച്ചപ്പോൾ ഓക്കെ ആയി. ഒന്നുകൂടെ ഫ്രഷായി, ഹാപ്പിയായി. മുടിയൊക്കെ ഞാനിങ്ങനെ ഷാമ്പു ഇട്ട് പതപ്പിച്ച് കുളിച്ചു. ഇപ്പം നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ മഴയും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അടകിടപ്പിനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. സോ ബെറ്റർ അകത്ത് കയറട്ടെ. മെയ് ഒടുവിന് ശേഷം ജൂണൊക്കെ നല്ല ഉണക്കിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കാലവർഷം എനിക്കൊന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. നല്ല കിണ്ണം കാച്ചി മഴ. അപ്പം അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നും. സോ അങ്ങനെ തിന്നാൻ തോന്നുന്ന സമയത്ത് തിന്നണം. അപ്പം ഞാൻ എന്നാ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് നുമ്മ പറഞ്ഞ ആള്. നല്ല ചക്ക പഴുത്തതും സുലൈമാനിയും. സുലൈമാനിക്ക് മധുരമൊന്നും ഇട്ടില്ല. നല്ല പഴുത്ത ചക്ക ആയതുകൊണ്ട് നമുക്ക് ആഡഡ് ഷുഗറിൻ്റെ ആവശ്യമുള്ള
സി ആഹാ, ചക്കപ്പഴുത്ത് എനിക്കിഷ്ടമാണ്, പക്ഷെ എനിക്ക് തിന്നു കഴിഞ്ഞാൽ പണി പാളും. ചക്ക എനിക്ക് ഗ്യാസ് കയറുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ കൂടിപ്പോയാൽ ഒരു ചക്കയല്ല, ഒരു ചക്കച്ചുള, അതിൻ്റെ അപ്പുറം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ കുമ്പിളപ്പാണെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോ ചക്ക എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുന്ന വസ്തുവും അതാണ്. വരൂ, നമുക്ക് മഴയത്ത് നടന്ന് എണ്ണ വാങ്ങിക്കാൻ പോവാം. യേസ്, ഞങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകത കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട് നല്ല വേനൽക്കാലത്ത് റോട്ടിൽ ടാറിടും. മഴക്കാലം ആകുമ്പോഴത്തേനും റോഡ് ഏതാ, കുളവേതാ, ടാറിട്ട സ്ഥലവേതാ, ഇതൊന്നും തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ വള്ളംകളി നടത്താം. അത്രയും നല്ല ഫ്രഷ് വാട്ടർ കാലേ കൂടെ ഇങ്ങനെ ഓളം തള്ളി നടക്കും കേട്ടോ. എങ്ങനെ ഇത് സംഭവിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവില്ല. സോ ബാക്ക് ടു മൈ സാമഗ്രികൾ വാങ്ങിച്ചതിന് ശേഷം വീട്ടിലോട്ട്. കുളം, കര, കുളം. അയ്യോ, അങ്ങനെ മഴയത്ത് നനഞ്ഞ് കുളിച്ച് വീട്ടിൽ തിരിച്ച് കയറി വന്നു. പിന്നെ വൈകിട്ടത്തെ ഡിന്നർ വാസ് എണ്ണ പുരട്ടാത്ത ചപ്പാത്തിയും ശകലം മാത്രം എണ്ണ ഒഴിച്ച മുട്ട പൊരിച്ചി. അപ്പോൾ അതെല്ലാം കഴിച്ചു കിടന്നു. ദെൻ പിറ്റേ ദിവസം എനിക്ക് ഷിഫ്റ്റിൽ കയറണമായിരുന്നു. കുളിച്ചൊരുങ്ങി പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ സ്വീകരിച്ച് ഷിഫ്റ്റിലോട്ട് പോകണം. എന്നെ ഷിഫ്റ്റിൽ പറഞ്ഞയക്കാൻ എൻ്റെ സോളും ഉണ്ട്, അപ്പുറത്ത് മമ്മിയുണ്ട്. മമ്മീനെ വീഡിയോയിൽ എവിടെയാണോ ഉണ്ടോ സൈഡിലുണ്ട് കേട്ടോ. അടുത്ത മഴയ്ക്ക് മുന്നേ ഞാൻ ഷിഫ്റ്റിൽ കയറാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറയുന്ന സീനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ഫാദർജിയാണ്. സോ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.